പക്ഷെ ആ ട്രെൻഡ് നമുക്ക് സഹായമായിട്ടുണ്ട്. ഇപ്പോൾ കണ്ണോട് കണ്ണിടാമെന്ന് പറഞ്ഞ പാട്ട് ഈ പറഞ്ഞ വൈറൽ എലിമെൻറ്റിൽ പെടുന്നതാണ്. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല എല്ലാ ആർട്ടിസ്റ്റും ഇറങ്ങേണ്ടി വരും എന്നുള്ളൊരു സത്യം തന്നെയാണ്. ഐ ഓൾസോ റിയലൈസ് ദാറ്റ് വെൻ അവർ മ്യൂസിക് ഡസൻ കണക്ട് വിത്ത് ദ ഓഡിയൻസ് ഇറ്റ്സ് ഓൾമോസ്റ്റ് ടൈം എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ. ഒരിടയ്ക്ക് ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നല്ലോ 1 മിനിറ്റ്. എനിക്ക് അപ്രോച്ചസ് പോലെ ഞാൻ ഒന്നും ചെയ്യില്ല, ഞാൻ 1 മിനിറ്റിന് സംഗീതം ചെയ്യാറാകുമ്പോൾ നിങ്ങളെ അറിയിക്കാമെന്ന് പറഞ്ഞു. ചേട്ടാ ഞാൻ ലിറ്ററലി നമ്മളിലേക്കൊരു ഇൻസ്പിറേഷൻ, ഒരു വിഷയം, എന്തെങ്കിലും സംഭവം വേണം. എനിക്കൊരു സീഡ് ഉണ്ടായാലേ ഒരു പാട്ട് ഉണ്ടാവുള്ളൂ. അല്ല പെട്ടെന്ന് ഇരുന്ന് ഒരു പാട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാറില്ല. അങ്ങനെ ഒരു എപ്പോഴാണ് വരുന്നതെന്നോ ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പം ഒത്തിരി യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്, ചിലപ്പോൾ ആ സമയത്തായിരിക്കും. ചിലപ്പം എന്തെങ്കിലും ആശയം, എൻ്റെ പാട്ടുകളൊക്കെ ചേട്ടൻ നോട്ടീസ് ചെയ്യുന്ന ഒരു ബയോഗ്രഫിക്കൽ നേച്ചറായിരിക്കും മിക്കതിനും. ഒന്നിലേലും എൻ്റെ അനുഭവമായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ ഒരു ഫീലിംഗ് ആയിരിക്കും, എൻ്റെ അല്ലെങ്കിൽ എല്ലാം ഒരു ഇമോഷണലി കണക്റ്റഡ് ട്രിഗർ ഉണ്ടാവും എന്തെങ്കിലും. അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ബേസിക് ഒരു സംഭവം കിട്ടും, പിന്നെ അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് പക്ഷെ എന്തെങ്കിലും വേണം വിച്ച് കണക്ട്സ് വിത്ത് മീ വെരി ഡീപ്പ്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്ന പാട്ടുകൾ, ഇപ്പം നമ്മൾ വേറെ പുറത്ത് ഇപ്പോൾ ഒരു പാട്ട് ചെയ്യുകയാണ്, ഒരാൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു ആശയം കൊണ്ടു, അപ്പം നമ്മൾ അവരുമായിട്ട് കണക്ട് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ ഒറിജിനൽ സോങ്സ് എല്ലാം എന്തെങ്കിലും എൻ്റെ പേഴ്സണൽ കാര്യങ്ങളുമായിട്ട് എൻ്റെ ഇൻസ്പിറേഷൻ അങ്ങനെ എന്തെങ്കിലും വരണം. അപ്പോൾ അത് വരുമ്പോൾ തന്നെ ഞാൻ നോട്ട് ചെയ്ത് ബേസിക് ഒരു ഐഡിയ ആക്കി വയ്ക്കും, പിന്നെ അതിനെ ഡെവലപ്പ് ചെയ്യുക. പിന്നെ എല്ലാത്തിനും ഒരു സ്വന്തമായിട്ട് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ട്. ഷോ കോൺസേർട്ട്സ് ചെയ്യുന്നു, ബാക്കി സേവ് ചെയ്യുന്നു, ഇപ്പോൾ കടം മേടിക്കുന്നു, ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ഇറക്കാറ്, അല്ലാതെ നടപടിയാകത്തില്ല. പക്ഷെ അതാണ് ബേസിക്. അതിൻ്റെ ഒരു സോൾ കിട്ടുന്ന സമയത്ത് നമ്മളത് റെക്കോർഡ് ചെയ്ത് ഒരു ഷേപ്പിലാക്കി വയ്ക്കും, പിന്നെ ഡെവലപ്പ് ചെയ്യുക. ലൈഫ് കണക്റ്റഡ് ആയിട്ട് പാട്ടുകൾ ചെയ്യാൻ ഇഷ്ടമാണ് എനിക്കിഷ്ടം. അല്ലെങ്കിൽ അതൊരിക്കലും പ്രേക്ഷകരിലേക്ക് എത്തില്ല, ലോങ് റൺ നിൽക്കുകയില്ല. ഈ പെട്ടെന്ന് ചെയ്ത് ഈ ഫോർമുല സോങ്സ് പോലെ എനിക്ക് ഒരിക്കലും നടപടിയാകത്തില്ല. ഞാൻ എൻ്റെ ചിലപ്പോൾ ലിറിക്കും വരും, പൊട്ടയായിരിക്കും ചിലപ്പം, പക്ഷെ എന്നാലും ഞാൻ എൻ്റെ മിനിമം ഭാഷ, എൻ്റെ ഭാഷ തീരെ മോശമല്ല, മലയാളം അത്യാവശ്യം ഒക്കെയാണ്. പക്ഷേ എന്നാൽ ഒരു എക്സ്പേർട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല, കവിതയൊന്നുമില്ല. പക്ഷേ എന്നാലും വരുന്ന വാക്കുകളൊക്കെ ഇല്ല. ഇപ്പോൾ നമ്മൾ ബീയിങ് എ വോക്കലിസ്റ്റ് മൈസെൽഫ് യു വുഡ് ലൈക്ക് ടു ഹാവ് ചിലപ്പോൾ ഒരു വാക്ക് ഇങ്ങനെ തന്നെ ഈ ഭാഗത്ത് വരണം. അപ്പം കുറേ വാക്കുകൾ കുറേ ഇതൊക്കെ ഇപ്പം ഭാവം എന്നുള്ള പാട്ട് കേട്ടതാണ്. അതുപോലെ അതിലിപ്പം വമ്പന്മാർ നമ്മളിലുണ്ടേ വമ്പത്തരമേറെ കണ്ടേ അവരെ കണ്ടൂറ്റം കൊള്ളാം ഞാനെന്ന ഭാവം മാറ്റം. ഇത് ഞാൻ എഴുതിയ 4 വരിയാണ്. അപ്പോൾ ഈ വരികൾ ആയിരുന്നു അതിൻ്റെ കോർ. അപ്പം ഞാനിത് ചേട്ടനടുത്ത് ഷെയർ ചെയ്ത എങ്ങണ്ടിയൂർ. അപ്പോൾ പുള്ളി അപ്പം തന്നെ പറഞ്ഞു, എടാ ഇതിൽ നിന്ന് നമുക്ക് ബാക്കി ഫുൾ. പുള്ളി അത്രയും ബ്രോഡായിട്ടുള്ളൊരു വ്യക്തി ആയതുകൊണ്ടാണ് അതങ്ങനെ. ഞാൻ പുള്ളിയുടെ കെമിസ്ട്രി അതുകൊണ്ടാണ് ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. കാരണം വെച്ചാൽ പുള്ളി ഒരു വളരെ ഓപ്പൺ മൈൻഡഡ് ഈഗോ ഫ്രീ ലിറിസിസ്റ്റാണ്, റൈറ്ററാണ്. അപ്പം എൻ്റെ മനസ്സിൽ എനിക്കിതാണ് വേണ്ടത്. അപ്പോൾ ചേട്ടൻ അതനുസരിച്ചിട്ട് അങ്ങനെ നമ്മൾ ഒരുമിച്ചിരുന്നൊരു സഹോദരന്മാരിരിക്കുന്നവരിരുന്നാണ് എഴുതുന്നത്. അപ്പോൾ അങ്ങനെ എഴുതി അങ്ങനെ ഒരു ഇതും സംഭവിക്കാറുണ്ട്. ലിറിക്സ് ചിലത് ആദ്യം വരും, ചിലത് ട്യൂൺ ചെയ്തിട്ട് വരും. 2 രീതിയിൽ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ കാവല സാറിൻ്റെ പാട്ടുകളൊക്കെ ചെയ്തപ്പോൾ അവർ ഓൾറെഡി ആ ഒരു എഴുത്തി ഒരു കിടിലൻ സാധനമായിരിക്കും നമ്മുടെ കയ്യിൽ തരുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്ത് തന്നെ ഒരു മീറ്ററൊക്കെ കാണും ഓൾറെഡി. താളം അങ്ങേറ്റം ഉള്ള ആളാണ് പുള്ളി. അപ്പം പുള്ളിയുടെ താളം നമ്മൾ അബ്സോർബ് ചെയ്തെടുത്താൽ മതി. 2 രീതിയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പം ഏതാണ് വരുന്നതെന്ന് അറിയില്ല. ചിലതിലൊക്കെ വാക്കുകളും പാട്ട് ഒരുമിച്ച് വരും. ഇങ്ങനെ കാത്തിരിക്കും പാട്ടുകൾ വരാൻ. ശരിക്കും എന്താ പറയുക, പ്യുവർ നമ്മളുടെ തന്നെ പ്യുവർ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൽ ചിലത് തട്ടിപ്പാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാവും. അതിനെ അപ്പം തന്നെ ഫിൽറ്റർ ചെയ്ത് ഇതല്ല നമ്മുടെ പരിപാടി. സമയം എടുത്തിട്ടാണ് ചിലപ്പോൾ പാട്ട് പെട്ടെന്ന് വരും. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇമോഷണൽ ട്രിഗർ ഉണ്ടാവും എൻ്റെ പുറകിൽ. അത് വരുന്ന സമയത്ത് പിന്നെ അത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അത് അങ്ങനെ ഡിസ്റ്റർബ്ഡായിട്ട് ഇങ്ങനെ നടന്ന് ചെയ്യും. അത് അങ്ങനെ നാച്ചുറലായിട്ട് എനിക്ക് മ്യൂസിക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. മറ്റേത് ഫോഴ്സ്ഡായിട്ട്. അതുകൊണ്ടാണ് പ്രോബ്ലി ഞാൻ സിനിമകളിൽ മ്യൂസിക് ഡയറക്ടറായിട്ട് ഞാൻ ആഗ്രഹിക്കാത്തതും ചെയ്യാൻ പറ്റാത്തതും. ചിലപ്പോൾ അധികം ഞാൻ ഇപ്പോൾ ഒരു വളരെ അടുപ്പുള്ളൊരു സുഹൃത്തുക്കളുടെ 2 പടങ്ങളിങ്ങനെ ചെയ്യാമെന്ന് വരും. കാരണം അവരെനിക്ക് ആ ഒരു സ്പേസ് തരും ഒന്ന്. പിന്നെ ഉറപ്പായിട്ട് അവർക്ക് എൻ്റെ മെത്തേഡ് അറിയാം.
മറ്റേതെന്ന് വെച്ചാൽ ഒരു ടൈം ഫ്രെയിം ഉണ്ട്, ഒരു വലിയൊരു ഉത്തരവാദിത്തമാണ്, ഇത്രയും പേരുടെ സ്വപ്നമാണ്. അപ്പോൾ നമ്മളൊരാൾ വലിഞ്ഞു പോയാൽ അവരുടെ കാര്യം പെടും, ഒത്തിരി പണം ഇൻവോൾവാണ്. അപ്പോൾ ആ റിസ്ക്കൊക്കെ എനിക്ക് താങ്ങാൻ പറ്റത്തില്ല. എൻ്റെ ടെൻഷൻ, ഞങ്ങൾ സമാധാനം നമുക്ക് വേണം. പൈസ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പീസ് വിട്ടൊരു പരിപാടി പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് സിനിമകൾ വളരെ സൂക്ഷിച്ച് ചെയ്യാൻ ഞാൻ എടുക്കാറുള്ളൂ, അത്രയും ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ. ഇപ്പോൾ ഒരു പടം ചെയ്യുന്നുണ്ട് വേറൊന്നും കൂടെ ഇങ്ങനെ. പക്ഷേ എനിക്കത് ഞാൻ എപ്പോഴും പറയാം, നിങ്ങൾ ആലോചിക്കണം കൃത്യമായിട്ട്. ഞാൻ ഇങ്ങനത്തെ ഒരു മൊബൈലാണ്, അപ്പോൾ അവർക്ക് അത് ഹാപ്പിയാണ്. എന്നെ അറിയുന്ന വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ അത് ഓക്കെയാണ്. മാർക്കറ്റ് ഡിമാൻഡ്സ് ഒരു പ്രഷറായിട്ട് തോന്നാറുണ്ടോ? കാരണം ഇപ്പോൾ ഉള്ള ഒരു ട്രാക്സിന്റെ ഒക്കെ ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വൈറാലിറ്റി അങ്ങനെയുള്ള സിനിമകൾ ഏറ്റെടുക്കുമ്പോൾ ഞാൻ അതൊന്നും വൈറാലിറ്റി മാർക്കറ്റും ഉറപ്പായിട്ടും ഇറ്റ്സ് ആൾ കണക്റ്റഡ് ഇല്ല. അതിനോട് അങ്ങേയറ്റം ബഹുമാനമുണ്ട്. പക്ഷേ ഞാൻ അതിൻ്റെ പുറകെ പോയാൽ നമ്മുടെ സാധനം പോവില്ലേ. ആ ഒരു പ്യുവർ അപ്രോച്ച് ഇൻസെക്യൂരിറ്റി ഇല്ലാത്ത എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ അതിലോട്ട് കൂടുതൽ തലയിടുന്നതോറും നമ്മളുടെ ഒറിജിനാലിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മൾ ബി ഫോഴ്സ് ടു മേക്ക് സച്ച് മ്യൂസിക്. ഇന്ന് ഇപ്പോൾ 1 മിനിറ്റ് ഒരു ഇടയ്ക്കൊരു ട്രെൻഡ് ഉണ്ടായിരുന്നല്ലോ, 1 മിനിറ്റ്. എനിക്ക് അപ്രോച്ചസ് പോലെ ഞാൻ പറഞ്ഞു ചെയ്യില്ല, ഞാൻ 1 മിനിറ്റിന് സംഗീതം ചെയ്യാറാകുമ്പോൾ നിങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞു. അല്ലാതെ എനിക്ക് പറ്റും, ഞാനൊന്ന് ചിന്തിച്ച് ഒന്ന് എക്സ്പ്രസീവായി തുടങ്ങുമ്പോഴേക്കും പാട്ട് കഴിഞ്ഞു. അപ്പോൾ ആ പാട്ട് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. അങ്ങനെ ഒരു കാലം വരുമ്പോൾ നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അത് നമ്മൾ തയ്യാറാകുക. എല്ലാ ആർട്ടിസ്റ്റും ഇറങ്ങേണ്ടി വരും എന്നുള്ളൊരു സത്യം തന്നെയാണ്. ഐ ഓൾസോ റിയലൈസ് ദാറ്റ് വെൻ അവർ മ്യൂസിക് ഡസൻ കണക്ട് വിത്ത് ദ ഓഡിയൻസ് ഇറ്റ്സ് ഓൾമോസ്റ്റ് ടൈം എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ മാക്സിമം അപ്ഡേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തും. മ്യൂസിക്കലി വാട്ട് ഐ ഡു ഇസ് ലിസൺ മോർ മ്യൂസിക്, മോർ ആൻഡ് മോർ മ്യൂസിക്. അല്ലാതെ നമ്മൾ സോഷ്യൽ മീഡിയയിലെ ട്രെൻഡ് നോക്കി പോയി കഴിഞ്ഞാൽ, പക്ഷേ ആ ട്രെൻഡ് നമുക്ക് സഹായമായിട്ടുണ്ട്. ഇപ്പോൾ കണ്ണോട് കണ്ണിടാമെന്ന് പറഞ്ഞ പാട്ട് ഈ പറഞ്ഞ വൈറൽ എലിമെൻറ്റിൽ പെടുന്നതാണ്. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല, ആരും പ്രതീക്ഷിച്ചില്ല. ഇത് പാടാണ്, ഇത് എങ്ങനെയാണ് പൊങ്ങുന്നതെന്ന് എനിക്കറിഞ്ഞില്ല എങ്ങനെ ഇത് പൊങ്ങി. പക്ഷേ ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് വൺസ് ആ ചെയ്ത സമയത്ത് ഞാൻ അങ്ങേയറ്റം ആത്മാർത്ഥമായിട്ടാണ് ഓരോ പാട്ടിൽ അപ്രോച്ച് ചെയ്തിരുന്നത്. ആത്മാർത്ഥതയ്ക്കുള്ള റിസൾട്ടാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് എന്നെങ്കിലും വരും. എൻ്റെ അടുത്ത് ഒത്തിരി യങ്സ്റ്റേഴ്സൊക്കെ വന്നിട്ട് ചേട്ടാ ഇങ്ങനെ പാട്ടുകൾ ഇറക്കുന്നുണ്ട് എന്ന്. ഞാൻ പറയും, നിങ്ങൾക്ക് ചെയ്തിട്ട് ക്ഷമിക്കാനുള്ള ആദ്യം ആ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യണം. നിങ്ങളിപ്പോൾ ധൃതി പിടിച്ചിട്ട് കാര്യമില്ല. ചിലപ്പോൾ നിങ്ങളുടെ പാട്ട് 5 വർഷം കഴിഞ്ഞായിരിക്കും അറിയപ്പെടുന്നത്, ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞായിരിക്കും അറിയപ്പെടുന്നത്, ഒന്നും പറയാൻ പറ്റില്ല. താളമൊക്കെ എൻ്റെ ഇഷ്ടമായി നമ്മൾ അത്രയും അങ്ങ് ചെയ്യുകയാണ്. അല്ലാതെ അതിനകത്ത് ഒന്നും പ്രതീക്ഷിച്ചിട്ട് ചെയ്യുന്നതല്ല. എത്ര പൈസ പോയെന്ന് എനിക്ക് തന്നെ അറിയാം. മണ്ടത്തരങ്ങൾ പറ്റും, പൈസ പോവും, ഇതൊക്കെ ഇതിൻ്റെ അകത്തുള്ളത്. നമുക്ക് അത് ചെയ്യുക എന്നുള്ള ഒറ്റ ഇഷ്ടത്തിലാണ് ചെയ്തത്. വീട്ടുകാർ പറയും, നാട്ടുകാർ പറയും മണ്ടത്തരമാണ്, നീ അത് ചെയ്യണം ഇത് ചെയ്യണം. ഞാൻ പറയും എനിക്ക് അങ്ങനെയല്ല അത് വർക്ക് ചെയ്യുന്നത്. പക്ഷേ അന്ന് നമ്മളങ്ങനെ സെൽഫ്ലെസ് ആയിട്ട് വർക്ക് ചെയ്തതിൻ്റെ ഫലം ഇന്ന് എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു സ്ഥലമുണ്ട് പെർഫോം ചെയ്യാനും. 20 കൊല്ലമായിട്ട് ഞാൻ അതിൽ നിന്ന് അരി മേടിക്കുന്നുണ്ട്. അത് എവിടെയെങ്കിലും പറ്റിപ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് വാഷ് ഔട്ടായി പോയേനെ. ഐ തിങ്ക് ഐ ക്യാൻ നെവർ ഡു ദാറ്റ്. അന്നാണെങ്കിൽ ഈ പരിപാടി മതിയാക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ല, അങ്ങനെ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പ്രായം ചെല്ലുന്തോറും നമ്മളുടെ വിഷൻ മാറും, നമ്മളുടെ വോയിസിൻ്റെ ടെക്സ്റ്റേഴ്സ് മാറും, നമ്മളുടെ പല പല ബുദ്ധിമുട്ടുകൾ വരും. ചിലപ്പം ഓവർകം ചെയ്യാൻ പറ്റും. മാക്സിമം പ്യുവറസ്റ്റ് അപ്പോഴത്തെ നമ്മളുടെ ഇമോഷൻ എന്താണോ അത് മ്യൂസിക് ആക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ അന്ന് ചെയ്തിരുന്ന പോലെ ഒരിക്കലും ഇന്ന് ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ തോട്ടും മാറി, കാഴ്ചപ്പാടുകൾ മാറി. അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്യുവറസ്റ്റ് ജോബ് കുര്യനെ ആയിരിക്കും അടുത്ത പാട്ടുകളിൽ എനിക്ക് കൊടുക്കാൻ പറ്റും. കൂടുതൽ അങ്ങനെ ട്രെൻഡ് നോക്കിയാൽ സത്യം പറഞ്ഞാൽ അവസാനം നോക്കിയാൽ നമുക്ക് പേടിയോ. ഞാനതുകൊണ്ട് അധികം റീൽസിലോട്ടൊന്നും ഞാൻ അധികം ഇരിക്കാറില്ല. എന്നാലും മാടി വിളിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോഴ്സ്ഫുള്ളി മാറ്റി വെച്ച് പണിയെടുക്കാനേ പറ്റും. അല്ലാതെ ഇപ്പം അത് അങ്ങനെ പോകുന്ന ഒരു ലോകം വേറെ ഉണ്ട്. പാടാനായിട്ട് വരുന്ന സോങ്സിൽ ഇത്രയും സെലക്റ്റീവായിട്ട് ചിന്തിക്കാറുണ്ടോ? ഉറപ്പായിട്ടും ചിന്തിക്കാറുണ്ട്. സെലക്റ്റീവ് എന്നല്ല അതിന് പറയുന്നത്. ഞാൻ പറയുന്നത് വരണം. ഒരു പാടാൻ വിളിക്കുന്ന പാട്ടിൽ ഒത്തിരി ക്രൈറ്റീരിയ ഉണ്ട്. ഒന്ന്, നമുക്കത് പാടാൻ പറ്റണം ഫസ്റ്റ്. വൃത്തിയായിട്ടത് ഡെലിവറി ചെയ്യാൻ പറ്റണം. ഒന്ന്, നമുക്ക് ഇഷ്ടപ്പെടണം. എനിക്ക് കോമ്പോസിഷൻ എനിക്ക് റിലേറ്റ് ചെയ്താൽ മാത്രമേ എനിക്കൊരു ബെസ്റ്റ് ഉണ്ടല്ലോ, അത് കൊടുക്കണമെങ്കിൽ എനിക്ക് ആ പാട്ട് ഇഷ്ടപ്പെടണം. അല്ലെങ്കിൽ നമ്മൾ അവരോട് ചെയ്യുന്ന പറ്റിപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ചുമ്മാ പോയി ഒരു പാട്ട് പാടി പൈസ മേടിച്ച് വീട്ടിൽ വരുന്നതോട് പോയിൻ്റ് ഇല്ല. നമുക്ക് ആ പാട്ടിൽ എന്തെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റണം. പിന്നെ ആ പാട്ട് അവർക്ക് ഇഷ്ടപ്പെടണം, അതിൻ്റെ ഫുൾ ക്രൂവിന് ഇഷ്ടപ്പെടണം, ആ സിനിമയ്ക്ക് ചേരണം. ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും എണ്ണം കുറയും. പക്ഷെ വരുന്നത് നല്ലതായിട്ട് വരാറുണ്ട് ഭാഗ്യത്തിന്.
അതാണ് ഞാൻ സെലക്റ്റീവ് ആകുന്നതല്ല, സെലക്റ്റീവ് അങ്ങനെ ആയി പോകുന്നതാണ്. പിന്നെ ഞാൻ കുറച്ച് ഫസ്സിയാണ്, സ്റ്റുഡിയോ റെക്കോർഡിങ്സൊക്കെ കുറച്ച് മുങ്ങൽ വിദഗ്ധനാണ്. ഞാനിങ്ങനെ മുങ്ങിക്കളയും, പിന്നെ പൊങ്ങുന്ന ഇവിടെ അപ്പം. പക്ഷേ എന്നെ അറിയുന്നവർ ഓടിച്ചിട്ട് പിടിക്കും. ഇപ്പോൾ ദീപക് സാറൊക്കെ പറഞ്ഞാൽ ചെല്ലാതിരിക്കാൻ പറ്റത്തില്ല. ബിജി ഏട്ടൻ ഇവർക്കൊക്കെ എന്നെ കൃത്യമായിട്ട് അറിയാം. അവർ ഇപ്പം മുങ്ങും, ഇപ്പം എന്താണ് ഇപ്പോൾ ഓടി. അപ്പോൾ പക്ഷേ അത് കറക്റ്റായിട്ട് താനിങ്ങി വന്നാൽ മതി, ഒരു കുഴപ്പമില്ല. ഞാൻ ചേട്ടാ ഞാൻ പാടിയത് ശരിയാവും, ബാക്കി നമുക്ക് വന്നിട്ട് വരാനല്ലോ. അപ്പോഴേക്കും ഞാൻ ചെന്നിട്ട് പക്ഷേ എൻ്റെ കോൺഫിഡൻസിനെ അവർ ലിഫ്റ്റ് ചെയ്ത് തരാറുണ്ട്. അതെന്നെ അറിയുന്നു. ഇപ്പോൾ റെക്സ്, ഒത്തിരി പേര്, ഇപ്പോൾ ഷാൻ, അങ്ങനെ ഒത്തിരി പേര് അങ്ങനെ എന്നെ മനസ്സിലാക്കി എൻ്റെ വോയിസ് എടുത്തിട്ടുണ്ട്. അത് തന്നെ വലിയൊരു സന്തോഷം. അവർ ആ ക്ഷമ കാണിച്ചല്ലോ. അപ്പോൾ ഞാൻ എന്നെ കംഫർട്ടബിളാക്കി. പിന്നെ ഐ എം നെവർ എ സ്റ്റുഡിയോ ആർട്ടിസ്റ്റ്, ഐ എം എ ലൈവ് മാൻ. എനിക്കില്ല, ഐ എം എ പെർഫോം. എനിക്ക് ലൈവാണ് എൻ്റെ കപ്പ് ഓഫ് ടീ. എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഫീലിംഗ് നേരെ പെർഫോം ചെയ്യുന്നതാണ്. ഓഡിയൻസിൻ്റെ അതും പിന്നെ നമ്മളിപ്പോൾ മ്യൂസിക് മോജോ പോലത്തെ ഷൂട്ട്സ് ഇല്ലേ, അതിനും ഐ റിയലി എൻജോയ്. ബിക്കോസ് ഇത്രയും മ്യൂസിഷ്യൻസും ഒരുമിച്ചുള്ളൊരു എനർജിയും. എനിക്ക് ഈ സ്റ്റുഡിയോയിൽ അടച്ചൊറ്റയ്ക്ക് പാടുന്ന തോട്ട് ഒക്കെ വലിയ പ്രശ്നമാണ്. ഈ ക്ലോസ്ട്രോഫോബിക് ഒരു ഇഷ്ടമില്ല. പിന്നെ വഴിയില്ല, സ്റ്റുഡിയോയിൽ ഇപ്പോൾ അങ്ങനെയാണ്, നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെ ഇച്ചിരി ഫസ്സി ആയതുകൊണ്ടും ചിലപ്പോൾ വിളിക്കാൻ മടിക്കുമായിരിക്കും ആൾക്കാർ. അവനെ വിളിച്ച് ഇന്നും നടപടിയാകത്തില്ല, നമുക്ക് കൊടുക്കണ്ടേ, ട്രാക്ക് കൊടുക്കണ്ടേ. പക്ഷേ ചിലർ വളരെ കാൽക്കുലേറ്റ് ചെയ്ത് ആ പുള്ളിയാകുമ്പോൾ കുറച്ച് സമയം ബഫറിട്ട് വിളിക്കണം, കുറച്ച് സഹിക്കാൻ തയ്യാറാവണം എന്നുള്ളത്, അങ്ങനെ വിളിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനത്തെ പാട്ടുകൾ ഞാൻ പാടാറുണ്ട്. ഇപ്പം മേമ്പുരാനായാലും ഈ അടുത്ത് കരം എല്ലാം പാടിയതും ഒക്കെ അവർ വിനീതൊക്കെ എന്നെ കൃത്യമായിട്ട് അറിയാം. ജോബെ അത് എന്നാടോ താ ഫ്രീ ഓടിച്ചിട്ട് പിടിക്ക് കൃത്യമായിട്ട് അറിയാം. പറഞ്ഞാൽ നമുക്ക് നോ പറയാൻ പറ്റത്തില്ല. അത് അത്രയും ഒരു റെസ്പെക്റ്റും മ്യൂച്വലി ഉണ്ടാവണം എന്നുള്ളതാണ്. ഇപ്പം ചുമ്മാ നമ്മളൊരു വിളിച്ച് കാര്യം തീർത്ത് വിടുന്ന ഒരു ആസ്പെക്റ്റിനോടും എനിക്ക് യോജിപ്പില്ല. ഒരു കെമിസ്ട്രിയും ഒരു മ്യൂച്വൽ റെസ്പെക്റ്റൊക്കെ ഉണ്ടെങ്കിൽ നല്ല മ്യൂസിക്കിന് സ്കോപ്പുള്ളൂ. അല്ലാതെ വന്നു 1 2 3 ടേക്ക് പാട്ട് പാടും, അതൊന്നും പരിപാടിയൊന്നും ഞാൻ തൊഴുത് ഓടിക്കളയുന്ന സ്റ്റുഡിയോ. ഞാനങ്ങനെ എത്രയോ സ്റ്റുഡിയോസിൽ സീനിയേഴ്സ് വളരെ സീനിയേഴ്സ് വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ ഈ സാർ അല്ലെങ്കിൽ ഈ പാട്ട് എനിക്ക് നടപടിയാവും തോന്നില്ല, നമുക്ക് ലെറ്റ്സ് നോട്ട് വേസ്റ്റ് യുവർ ടൈം ആൻഡ് മൈ ടൈം, കട്ട്. അങ്ങനെ ഇറങ്ങി വന്ന എത്രയോ നല്ല ഹിറ്റായ പാട്ടുകളുണ്ടെന്നറിയാം. അതൊക്കെ നമുക്ക് വിധിച്ചിട്ടുള്ളതല്ലെന്ന് പറയത്തേ ഉള്ളൂ.